വെൽക്കം ടു വൺസ്. ഇന്നത്തെ സെഷനിൽ മോഡ്യൂൾ 1 നിന്നും ഏറ്റവും സാധ്യതയുള്ള 5 ചോദ്യങ്ങളെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇതേപോലെ മോഡ്യൂൾ 2, 3, 4 ഈ 4 മോഡ്യൂൾസിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിൽ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം, സ്റ്റാർട്ടിങ് ഫ്രം മോഡ്യൂൾ 1. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ആണ്. ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ എന്ത് തരം വർക്കിംഗ് പ്രിൻസിപ്പിളാണ്, ഫിക്സഡ് വോളിയം ഗ്യാസ് വർക്കിംഗ് പ്രിൻസിപ്പിളാണെന്ന് പറയണം. അതിനകത്ത് വോളിയം മെയിൻ്റനൻസ് ഉണ്ട്, എങ്ങനെ ആക്യുറേറ്റ് മെഷർമെൻറ്റ് ചെയ്യാം, അതിൻ്റെ കാലിബ്രേഷനെ പറ്റി ഒരുപാട് തവണ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം യൂണിവേഴ്സിറ്റിക്ക് പോകാനായിട്ട്. അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഒരു 7 മാർക്ക് ചോദ്യമായിട്ട് വരാം, 14 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. എങ്ങനെ വന്നാലും നമ്മൾ ഫിഗർ അനുസരിച്ച്, ഇതേ ഫിഗർ ഇല്ലെങ്കിലും വളരെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഉപയോഗിച്ച ഫിഗേഴ്സ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കൂടി എഴുതി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് ഫിക്സഡ് വോളിയം ഗ്യാസ് ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. വോളിയം മെയിൻ്റനൻസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കുക. ആക്യുറേറ്റ് മെഷർമെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ കാലിബ്രേഷൻ, ഏതൊക്കെ പോയിന്റ്സ് ആണ് കാലിബ്രേഷൻ, ഐസ് പോയിന്റ്, സ്റ്റീം പോയിന്റ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ടെമ്പറേച്ചർ സ്കെയിൽ അഥവാ സെൽഷ്യസ് അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ. ഇപ്പോൾ ഈ 2 സ്കെയിലുകളെ പറ്റിയും പലതവണ ചോദിച്ചിട്ടുണ്ട്. ആബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിൽ 0 ആണ്. എന്നാൽ അത് സെൽഷ്യസ് സ്കെയിലിൽ വരുമ്പോൾ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ സെൽഷ്യസ് സ്കെയിൽ ഡീൽ ചെയ്യുന്നത് ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ കെൽവിൻ സ്കെയിൽ എപ്പോഴും ഡീൽ ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. ഒരിക്കലും ഇത് ഒരു വാട്ടർ എന്ന രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ആ രീതിയിൽ വേണം സെൽഷ്യസും കെൽവിൻ സ്കെയിലും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാനായിട്ട്. പിന്നെ അത് തമ്മിലുള്ള റിലേഷനും, കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിൽ പ്ലസ് 273.15. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓൾസോ മറ്റൊരു ചോദ്യം വന്ന് കണ്ടിട്ടുള്ളത് വൈ കെൽവിൻ ഈസ് അബ്സല്യൂട്ട്. കെൽവിൻ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് എന്തുകൊണ്ടാണ്? അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് തെർമൽ മോഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റ്, കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് തെർമൽ മോഷൻ എന്ന് പറയുന്ന പോയിന്റ് കൂടി മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ യൂണിവേഴ്സലാണ്. എല്ലാ സബ്സ്റ്റൻസസിനും, ഇവിടെ വാട്ടറാണ് ബേസ് ചെയ്തെടുക്കുന്നതെങ്കിൽ എല്ലാ സബ്സ്റ്റൻസസിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. അതുകൊണ്ട് അതിനെ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ഓൾസോ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസിനായിട്ട് റിലേറ്റ് ചെയ്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് കെൽവിൻ സ്കെയിൽ അവതരിപ്പിക്കുമ്പോഴാണ്. ആൻഡ് ഓൾസോ വൺസ് അഗെയിൻ തെർമോഡൈനാമിക് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കെൽവിൻ സ്കെയിൽ, നോട്ട് ഓൺ എനി മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എ പാർട്ട് ബി പാർട്ട് എന്ന രീതിയിൽ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമ്പർ 2, തെർമോമീറ്ററിൻ്റെ കാലിബ്രേഷൻ പ്രോബ്ലമാണ്. ഇപ്പോൾ കാലിബ്രേഷൻ പ്രോബ്ലത്തിൽ 2 തെർമോമീറ്റർ തന്നിട്ടുണ്ട്. ഐസ് പോയിന്റ് പറയുന്ന സ്റ്റീം പോയിന്റിൽ വർക്ക് ചെയ്യുന്ന തെർമോമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. കാലിബ്രേഷൻ്റെ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. TA = 2 + 0.98 TB + 0.002 TB² എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ 2 തെർമോമീറ്ററിന് ഓയിൽ ഇട്ട ശേഷം തെർമോമീറ്റർ A ഇത്ര തരുന്നു, തെർമോമീറ്റർ B ഇത്ര തരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ തെർമോമീറ്റർ A എത്ര തരും, B 35 ഡിഗ്രി സെൽഷ്യസ് റീഡ് ചെയ്താൽ തെർമോമീറ്റർ A എത്ര തരും, ഈ റിലേഷൻഷിപ്പും തന്നിട്ടുണ്ട്. അത് വളരെ എളുപ്പമല്ലേ? നമുക്ക് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ TBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, TA വാല്യൂ നമുക്ക് കിട്ടും. സോ ഗിവൺ TA = 0.98 0.00 TB². നമുക്ക് TA എന്ന് പറയുന്ന വാല്യൂസ് കിട്ടുകയും ഫൈനൽ ആൻസർ നമുക്ക് 38.75 ഈ കേസിൽ അങ്ങനെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇനി മുതൽ മറ്റൊരു രീതിയിൽ തരാം. 3 തെർമോമീറ്റർ തന്നിട്ട് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ട് ABC തന്നിട്ട് C വെച്ചിട്ട് B കണ്ടുപിടിക്കാനും B വെച്ചിട്ട് A കണ്ടുപിടിക്കാനും പറയാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് തരികയും ഒരു റിലേഷൻഷിപ്പിലൂടെ കൂടെ ആ തെർമോമീറ്റേഴ്സ് തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ന്യൂമറിക്കൽ പ്രോബ്ലമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അത് ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്, essay ക്വസ്റ്റ്യൻ്റെ A പാർട്ടായിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 0th ലോ ഒരുപാട് നമ്മൾ പറഞ്ഞാണ്, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ലോ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് us ടു മെഷർ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ ഒരു മെഷർമെൻറ്റ് സഹായിച്ച ഒരു ലോ ആണ് 0th ലോ. ആൻഡ് ഓൾസോ
serves as the axiomatic basis for the entire thermodynamic framework. എല്ലാത്തിൻ്റെയും ഫ്രെയിംവർക്കിൻ്റെ ഒരു ബേസിസ് ആയിട്ട് കൂടി അത് കാണാറുണ്ട്. മെഷറബിൾ പ്രോപ്പർട്ടി, ടെമ്പറേച്ചറാണ് അതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി. ബേസിക്കലി ഡെഫിനിഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ടെമ്പറേച്ചർ ഇൻ തെർമോഡൈനാമിക്സ് ഏറ്റവും കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്ന ലോ ആണ് സീറോത്ത് ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലംസിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക. സീറോത്ത് ലോ തെർമോഡൈനാമിക്സ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ടെമ്പറേച്ചർ ആസ് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആൻഡ് മെഷർമെൻറ്റ്, ആ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റംസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കുക. അതിൽ സീറോത്ത് ലോ എൻഷ്യൂർ ടെമ്പറേച്ചർ സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയണം, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയെ പറ്റി പറയണം. പിന്നെ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് സമയത്ത് ഏതൊക്കെ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്, ടെമ്പറേച്ചർ സ്കെയിലുകൾ ഏതൊക്കെയാണെന്ന് പറയണം, കെൽവിൻ, സെൽഷ്യസ്, ഡിഗ്രി, അങ്ങനെയുള്ള ടെമ്പറേച്ചർ സ്കെയിലുകളെ പറ്റിയൊക്കെ പറയുക. പിന്നെ സിസ്റ്റം എ തെർമോമീറ്റർ പ്ലസ് സിസ്റ്റം ദി സെയിം റീഡിങ്, അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ഇക്വിലിബ്രിയമാണ്. അല്ലെ, 2 തെർമോമീറ്റേഴ്സ് ഒന്നിലും രണ്ടിലും ഒരേ റീഡിങ് കാണുകയാണെങ്കിൽ ആ 2 സിസ്റ്റംസും തെർമൽ ഇക്വിലിബ്രിയമാണെന്ന് പറയും. സോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആൻഡ് മെഷർമെൻറ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം. കാര്യം നമുക്ക് പല സിസ്റ്റംസ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അവ മൂന്നും എന്തൊക്കെയാണെന്നും എന്തൊക്കെ എനർജി ട്രാൻസ്ഫേഴ്സ് അവിടെ നടക്കുന്നുണ്ടെന്നും ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് ആ ഏരിയയിൽ നിങ്ങൾക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 തെർമോഡൈനാമിക് സിസ്റ്റംസിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്, ഐസൊലേറ്റഡ്, ക്ലോസ്ഡ്, ഓപ്പൺ സിസ്റ്റം, അതുപോലെ കൺട്രോൾ വോളിയം, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. പിന്നെ 4ാമത്തെ ചോദ്യത്തിനകത്ത് മറ്റൊരെണ്ണം ചോദിക്കും, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. പലപ്പോഴും ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് മോഡ്യൂൾ 1 തിയറി പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തെർമൽ, മെക്കാനിക്കൽ, കെമിക്കൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ യൂണിഫോം ടെമ്പറേച്ചർ, യൂണിഫോം പ്രഷർ, കെമിക്കലാണ് യൂണിഫോം കോമ്പോസിഷൻ. ഇപ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യുന്നതാണെങ്കിൽ സിസ്റ്റം മസ്റ്റ് സാറ്റിസ്ഫൈ ഓൾ 3 കണ്ടീഷൻസ് സൈമൾട്ടേനിയസ്ലി. ഞാൻ ഇതേപോലെ വരച്ച പോലെ ഇതേപോലെ കോളമായിട്ട് വരയ്ക്കണമെന്നല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പോയിന്റ്സ് ആയിട്ട് തന്നെ താഴോട്ട് എഴുതുക. ഫിഗേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക. പിന്നെ സ്റ്റാറ്റിക് പ്രോസസ്സ്, കോസി സ്റ്റാറ്റിക് പ്രോസസ്സ് മറ്റൊരു മോഡ്യൂൾ 1 സ്ഥിരം ചോദ്യമാണ്. അതിൽ പിസ്റ്റൺ സിലിണ്ടർ എക്സ്പാൻഷൻ വഴി എങ്ങനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ ഓരോ പോയിന്റിലും ടെമ്പറേച്ചർ എങ്ങനെയാണെന്നും പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പിസ്റ്റൺ സിലിണ്ടർ എക്സ്പാൻഷൻ കറക്റ്റായിട്ട് കാണിക്കണം. ആൻഡ് ഓൾസോ ഡെഫിനിഷനിൽ ഇൻഫിനിറ്റ്സ്മെലി സ്ലോ എന്ന രീതിയിൽ കാണിക്കണം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അറ്റ് എവറി ഇൻസ്റ്റൻറ്റ് എന്ന് കൂടി പറയണം. ഇക്വിലിബ്രിയം ത്രൂ ഔട്ട് പറയണം. റിവേഴ്സിബിൾ ഇൻ പ്രിൻസിപ്പിൾ ആണെന്ന് പറയണം. ആൻഡ് ഓൾസോ ഇൻഫിനിറ്റ്സ്മെൽ സ്റ്റെപ്സ്, വളരെ ചെറുതായിട്ടുള്ള സ്റ്റെപ്സ്, വളരെ സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണെന്ന് കൂടി നിങ്ങൾ അതിനകത്ത് പറയണം. സോ അത് മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് PV ഡയഗ്രാം ആണ്. അതായത് ഐസോബാറിക് പ്രോസസ്സിനും ഐസോതെർമൽ പ്രോസസ്സും അഡേബാറ്റിക് പ്രോസസ്സിനും പറ്റിയുള്ള PV ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഒരുപാട് തവണ നമ്മൾ പല മോഡ്യൂളിലും ഇത് മെൻഷൻ ചെയ്തു പോയതാണ്. അപ്പോൾ അതിനകത്ത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് പ്രഷർ, കോൺസ്റ്റൻറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത സ്ഥലങ്ങൾ, അങ്ങനെ ഓരോ പ്രോസസ്സും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഈ പറയുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് കർവുകളാണ്. ഇതിൽ PV ഡയഗ്രാം ഹൊറിസോണ്ടലാണെങ്കിൽ ഇതിൽ ഹൈപ്പർബോളിക് കർവാണ്, ഇതിൽ ഐസോതെർമലിനെക്കാട്ടി സ്റ്റീപ്പറാണ് എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ആ ചോദ്യങ്ങളും നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ വരുമ്പോൾ PV ഡയഗ്രാം വെച്ച് മെൻഷൻ ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഏരിയ കൂടി നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് പോകണം. 2-3 തവണ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോഡ്യൂൾ 1 നിന്നുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം. താങ്ക് യു.